ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള സങ്കല്പങ്ങളൊക്കെ മാറി വരികയാണ്. ഇപ്പം നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ പോലും നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന മനോഹരമായ സ്ഥലങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ടൂറിസം ഭൂപടത്തിലേക്ക് ചേർക്കുകയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ്. അതുപോലൊരു സ്ഥലത്താണ് ഇപ്പം ഞാനുള്ളത്, കണ്ണൂർ ജില്ലയിലെ പുല്ലൂപ്പി കടവിൽ. വിരുന്നെത്തുന്ന ദേശാടന പക്ഷികൾ, വിശാലമായ ചതുപ്പുകൾ, തുരുത്തുകൾ. മുണ്ടേരിക്കടവ് പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമായ പുല്ലൂപ്പിക്കടവ് ജൈവ വൈവിധ്യത്തിന്റെ ഒരു കലവറയാണ്. 4.1 കോടി രൂപ ചെലവഴിച്ചാണ് പുല്ലൂപ്പിക്കടവ് ഇന്ന് സഞ്ചാരികളുടെ പറുദീസയായി മാറിയിരിക്കുന്നത്. ഇവിടെ വന്നാൽ കാഴ്ചകൾ കാണുക മാത്രമല്ല കേട്ടോ, സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി കയാക്കിങ്ങും സ്റ്റാൻഡപ്പ് പെഡസ്റ്റലും ബോട്ടിങ്ങും ഒക്കെയുണ്ട്. ഇടപിരിഞ്ഞൊഴുകുന്ന വളപട്ടണം പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് കാറ്റും കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. പുല്ലൂപ്പിക്കടവ് നേരത്തെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ ഏരിയ വളരെ മോശമായി വേസ്റ്റൊക്കെ കൊണ്ടിടുന്ന ഒരു കേന്ദ്രമായിരുന്നു. പക്ഷേ ഈ പുല്ലൂപ്പിക്കടവിന് ചരിത്രപരമായ പ്രത്യേകതയുണ്ട്. രണ്ട് ടൗണിനെയും ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ആളുകൾ പണ്ട് മുതലേ വന്ന് ഇവിടെ ഇരിക്കുകയും ഇവിടെ ഒരു ടൂറിസം കേന്ദ്രം ഉണ്ടാവണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തെയാണ് LDF ഗവൺമെൻറ് കഴിഞ്ഞ ഈ 2021 അധികാരത്തിലെത്തിയ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ MLA ആയി ജയിച്ചതിന് ശേഷം ഇവിടെ ഗ്രാമപഞ്ചായത്ത് സഹായത്തോടു കൂടി നമ്മളൊരു പ്രോജക്റ്റ് സമർപ്പിച്ചു. ആ പ്രോജക്റ്റിന് 2022 തന്നെ അനുമതി ലഭ്യമായി. ഏതാണ്ട് 2 വർഷം കൊണ്ട് പ്രവൃത്തികൾ മുഴുവൻ പൂർത്തിയാക്കി വളരെ മനോഹരമായ നമ്മുടെ ജില്ലയിൽ 1 ലക്ഷത്തിലേറെ ടൂറിസ്റ്റുകൾ വന്ന ഒരു കേന്ദ്രമായി പുല്ലൂപ്പിക്കടവ് മാറി ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട്. വളരെ ശ്രദ്ധേയമായ ഫ്ലോട്ടിംഗ് സംവിധാനങ്ങൾ, കയാക്കിങ്, റെസ്റ്റോറൻറ്റ്, ആളുകൾക്ക് വൈകുന്നേരം വന്നിരിക്കാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കേന്ദ്രം. വളരെ മോശമായി കിടന്നിരുന്ന ഒരു പ്രദേശത്തെ കാട് പിടിച്ച് വൃത്തിഹീനമായൊരു സ്ഥലത്തെ വളരെ ഉല്ലാസമായിട്ടുള്ളൊരു കേന്ദ്രമായിട്ട്, ഒരു ടൂറിസം കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റി എന്നുള്ളതാണ് പ്രത്യേകത. അതിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പോവാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന പ്രദേശത്തേക്ക് അവിടെ ഇവൻറ്റുകൾ നടത്താവുന്ന, വെഡ്ഡിങ് ഇവൻറ്റുകൾ നടത്താവുന്ന, മറ്റ് ഇവൻറ്റുകൾ നടത്താവുന്ന, വാക്കിംഗ് ഏരിയയൊക്കെ ഉണ്ടാകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 6 കോടിയുടെ പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കി സമർപ്പിച്ചിരിക്കുകയാണ്. പാർക്കിംഗ് സംവിധാനങ്ങൾ ഒക്കെയായി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ സംവിധാനവും സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് അതിവേഗതയിലാണ് കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് MLA എന്ന നിലയിൽ, അഴീക്കോട് മണ്ഡലം MLA എന്ന നിലയിൽ നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ ഈ ടൂറിസം പദ്ധതി ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു പദ്ധതിയായി വളരെ വേഗതയിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അടുത്തൊരു ഘട്ടം വരുന്നതോടുകൂടി നമ്മുടെ ജില്ലയിലെ വടക്കേ മലബാറിലെ തന്നെ വളരെ മനോഹരമായ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി പുല്ലൂപ്പിക്കടവ് മാറും. പുല്ലൂപ്പിക്കടവിനെ ആസ്വദിക്കുന്നത് പൂർത്തിയാകണമെങ്കിൽ ഇവിടുത്തെ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യണം. എങ്കിലേ പുല്ലൂപ്പിക്കടവിന്റെയും വളപട്ടണം പുഴയുടെയും സൗന്ദര്യം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാനാകും. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന പുഴയുടെ ഓളപ്പരപ്പിലൂടെ തുരുത്തുകളെയും കണ്ടൽക്കാടുകളെയും തൊട്ടറിഞ്ഞ് കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ഉള്ള യാത്ര ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കുമെന്നതിൽ സംശയമില്ല. പുഴയുടെ കുളിർമയും അസ്തമയത്തിന്റെ ചാരുതയും ഒരുപോലെ ഒപ്പിയെടുക്കാൻ പാകത്തിലാണ് ഇവിടുത്തെ ബോട്ടിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തട്ടിത്തലോടുന്ന കാറ്റിലേക്ക് അലിഞ്ഞ് വ്യത്യസ്ത രുചികളും നമുക്ക് നുണയാമെന്നതാണ് പുല്ലൂപ്പിക്കടവിന്റെ മറ്റൊരു പ്രത്യേകത. നിലവിൽ കിയോസ്കുകളും ഐസ്ക്രീം പാർലറും ഒക്കെയുണ്ട് ഇവിടെ. ഇവയും സായാഹ്നങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. മനോഹരമായ നടപ്പാതയും ഇരിപ്പിടങ്ങളും ലാൻഡ്സ്കേപ്പിംഗും എല്ലാമായി കേരളത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി പുല്ലൂപ്പിക്കടവ് മാറുകയാണ്. ഇനി വൈകുന്നേരങ്ങളെ മനോഹരമാക്കാൻ ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങൂ നിങ്ങൾ.